ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് വൈകുന്നേരം ചോറിന് എന്നാ കഴിക്കാമെന്ന് എനിക്കിഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് വറുത്തതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് വറുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യമേ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇത്രയും കട്ട് ചെയ്തു, ഇനി ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ഇടാം. ആദ്യം ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. എല്ലാം ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കിയത്. ഞാനും ചേട്ടാക്കും കൂടിയാണേ. കാണിച്ചു തരാം ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേണമെന്ന്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് മുളക് പൊടിയാണ് എടുക്കേണ്ടത്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കാം. ഞാൻ ഇത്രയും ഭാഗം എടുക്കുന്നുള്ളേ. അത് കൂട്ടി ഞാൻ ഒരു 3 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കുറച്ചളവിൽ. ഒരു ആ സ്പൂണിൻ്റെ അകത്താണെങ്കിൽ ഒരു ഇച്ചിരി ഭാഗം മതി, ഇത്രയും മതിയേ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക. ഉപ്പ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് ഫുൾ മിക്സ് ആക്കാം. ഇനി മിക്സാക്കി കഴിഞ്ഞിട്ട് കാണാം. മുളക് പൊടി ഉപ്പൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പാം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടായിട്ട് ഇത് ഇങ്ങോട്ടിടാം. ചൂടൊക്കെ ആയിട്ടുണ്ട്. ചൂടാക്കിയതിലോട്ട് ഉരുളക്കിഴങ്ങ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തവി വേണം. അതുകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ആക്കാം. ഞാനിത് കൂട്ട് തവിയാണ് എടുക്കുന്നത്. നിർത്താതെ ഇളക്കണം. പിടിക്കുന്ന സാധനം കൊണ്ട് പിടിക്കുകയും ചെയ്യണം. ഞാൻ ഈ സാധനം കൊണ്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഇറക്കി വെക്കാം. ഇത് നല്ലപോലെ വറുത്തിട്ട് കാണാം. നല്ല രീതിക്ക് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചു നേരം വെറുതെ ഇളക്കാതെ ഒരു ഇച്ചിരി നേരം വെക്കണം. അതിനുശേഷം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് വറുത്ത റെഡി. ഇനി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ച് നോക്കാം. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.